നമുക്കൊരു വസ്തുവിനെക്കുറിച്ച് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണല്ലോ ഗൂഗിൾ സെർച്ചിങ് എന്നുള്ളത്. എന്നാൽ ആ ഗൂഗിൾ സെർച്ചിങ്ങിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടൊരു സെർച്ചിങ്ങുമായിട്ടാണ് ഇപ്പോൾ ഗൂഗിൾ വന്നിരിക്കുന്നത്. അഥവാ ഗൂഗിളിൻ്റെ AI സപ്പോർട്ടോട് കൂടി നമുക്ക് ഏതൊരു വസ്തുവിനെയും വളരെ സിമ്പിളായി നമ്മുടെ ഫോണിൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ പിടിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്നും അതിൻ്റെ മുഴുവൻ ഡീറ്റെയിലുകളും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ളൊരു AI ടൂളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണിത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഇതിന് കാര്യം അറിയില്ലല്ലോ ബ്രോ, പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് AI ടൂളെന്നും എങ്ങനെയാണ് ഇതിനെ ഉപയോഗിക്കുന്നതെന്നും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനാവശ്യമായ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സൈറ്റിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണോ ഐഫോണോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സൈറ്റിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഗൂഗിളിൻ്റെ തന്നെ ഒരു AI സൈറ്റാണിത്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സൈറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് ഈ മെനു ബട്ടണിൽ അഥവാ ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായി സ്ട്രീം റിയൽ ടൈം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ഒരു മൈക്ക് ഐക്കണും അതുപോലെ ഒരു വീഡിയോ ക്യാമറ ഐക്കണും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തുകൊണ്ട് ചോദിക്കാം, അതല്ലെങ്കിൽ വോയിസ് ആയിട്ട് നിങ്ങളുടെ സ്വന്തം വോയിസ് ഉപയോഗിച്ച് ചോദിക്കാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഈ ക്യാമറയ്ക്ക് മുന്നിൽ പിടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് എൻ്റെ കയ്യിലുള്ള ഒരു മാലയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ ഓപ്പൺ ചെയ്തു. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് ക്യാമറയാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്ക് ക്യാമറ വേണോ അതല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഞാൻ ബാക്ക് ക്യാമറ എന്നുള്ളത് നൽകി ശേഷം ചോദിക്കുന്ന പെർമിഷനുകൾക്ക് അലോ നൽകുക. അലോ നൽകി കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുക. ഞാനിപ്പോൾ മലയാളത്തിൽ പറയുന്നതുകൊണ്ട് ഇവിടെ വേറെ ഏതൊക്കെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ചോദിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ ഇതേ രീതിയിൽ പിടിച്ചതിന് ശേഷം ഈ വീഡിയോ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണോ ചോദിക്കാനുള്ളത് അത് ഇവിടെ കൃത്യമായിട്ട് ചോദിക്കുകയും ചെയ്യുക. യേ ക്യാ ഹേ? You are asking what it is. It appears to be a string of wooden prayer beads. Is that what you're asking? ഉണ്ടല്ലോ, ഇതൊരു പ്രെയർ ബീഡ്സ് ആണ്, അഥവാ ഒരു പ്രെയറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാലയാണ് എന്നുള്ള റിസൾട്ട് നമുക്ക് ഇവിടെ നൽകി. ഇനി നിങ്ങൾ ഹിന്ദിയിൽ ചോദിക്കുകയാണെങ്കിൽ കൃത്യമായി ഹിന്ദി തന്നെ അതിൻ്റെ റീപ്ലൈ നൽകുന്നതായിരിക്കും. ഞാൻ ഒരുപാട് തവണ മലയാളത്തിൽ പറഞ്ഞതിനെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടാണ് വീണ്ടും ഇംഗ്ലീഷിൽ തന്നെ ഇതിൻ്റെ ഉത്തരം ലഭിച്ചത്. ഞാനിപ്പോൾ ഒന്നുകൂടി ഇതിനെ ഹിന്ദിയിൽ തന്നെ ചോദിക്കുകയാണ്. ഈ ക്യാ ഹേ, യേ കിസ്കേ ലിയേ ഇസ്തമാൽ കർത്താ ഹേ? ये एक माला है. ये प्रार्थना करने के लिए इस्तेमाल किया जाता है. കണ്ടില്ലേ, ഇതേ രീതിയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്കറിയാത്ത എന്തൊരു വസ്തുവായിക്കോട്ടെ അതിന് ജസ്റ്റ് ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും. അതാണ് ഈ ഒരു AI സ്റ്റുഡിയോയുടെ പ്രത്യേകത. അപ്പോൾ എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു AI ടൂൾ നമ്മളിവിടെ പരിചയപ്പെട്ടു. ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ട് വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട. അതോടൊപ്പം തന്നെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്നാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരയ്ക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.